വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും ഞാൻ UK പോകാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. സാധാരണ ഞാൻ പറയാറുള്ളത് ഞാൻ ബഹ്റൈനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ദുബായിലേക്ക് പോകുന്നു എന്നാണ്. പക്ഷേ UK പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഉറപ്പില്ല എനിക്ക് അവിടെ എൻട്രി കിട്ടുമോ എന്നുള്ളത്. ഈവൻ ഇവിടെ എയർപോർട്ടിൽ തന്നെ ചിലപ്പം ബോർഡിംഗ് പാസ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞത് ഇന്ത്യക്കാർക്ക് പല രാജ്യങ്ങളിലും ഇപ്പം തീരെ വിലയില്ല. ഇന്ത്യൻ പാസ്പോർട്ടുമായി പോകുന്ന ആൾക്കാരെ ഒരു തരത്തിലുള്ള നോട്ടാണ്. അപ്പോൾ പല രാജ്യങ്ങളും ഇന്ത്യക്കാരെ ബാൻ ചെയ്തിട്ടുണ്ട്. UK ബാൻ ചെയ്തു. UK നിന്ന് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ഫ്ലൈറ്റൊക്കെ UK ബാൻ ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് ലാസ്റ്റ് 10 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ താമസിച്ചാണെങ്കിൽ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു 13 ദിവസമായിട്ട് ഞാനിപ്പോൾ ഉള്ളത് ബഹ്റൈനിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. വീസ ഞാൻ ആദ്യമേ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കറക്റ്റ് കാണിച്ചു തരാം UK പോകാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ അതുപോലെ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായ നമ്മുടെ ജൗഹർ ഉണ്ട്. ഒരുപാട് തവണ എൻ്റെ വീഡിയോയിൽ വന്നതാണ്. അതുപോലെ എൻ്റെ വീഡിയോയിലൊന്നും വരാത്ത ഒരാൾ കൂടി ഉണ്ട്. ആകെ ആ ഒരു എന്താ പറയുക, നമ്മുടെ മനാമ സൂക്കിൻ്റെ വീഡിയോയിൽ മാത്രമേ മൂപ്പര് വന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഈ താമസിക്കുന്നത് മൂപ്പരുടെ അപ്പാർട്ട്മെൻറ്റാണ് ആക്ച്വലി. പിന്നെ അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചെന്ന വ്യക്തിയാണ്. ഫ്രെയിമിലില്ല ആള് ഫ്രെയിമിലേ ഇല്ല, പക്ഷെങ്കിൽ ഓഫ് ഫ്രെയിമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാട്ടോ. പിന്നെ അതുപോലെ വേറെ നമ്മളൊരു സംഭവം തുടങ്ങുന്നുണ്ട്. മൂപ്പര് ബിസിനസ്മാനാണ്, നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ജോയിൻ ചെയ്താൽ എന്തെങ്കിലും നടക്കും അല്ലേ. സൗഹൃദം നമ്മളൊരു കച്ചവടത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. ജവഹർ ആണെങ്കിൽ ജവഹർ ഇനി എത്ര ദിവസം ലീവ്? 1-ാം തീയതി ജോയിൻ ചെയ്യും. 1-ാം തീയതി ജവഹർ ജോയിൻ ചെയ്യും. അതുവരെ ജവഹർ ഫ്രീ ആണ്. ഒരുപാട് ആൾക്കാരെ ജവഹറിനെ വിളിച്ചിട്ടുണ്ട്, പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കഴിഞ്ഞ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് മാക്സിമം ഞാനെല്ലാം ഒഴിവാക്കിയത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഷിഫാൽ ജസീർ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ കോവിഡ് ടെസ്റ്റിൻ്റെ ഒരു പരിപാടി ഉണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഗവൺമെൻറ് മാത്രമാണോ അല്ലെങ്കിൽ പ്രൈവറ്റിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം പ്രൈവറ്റിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ പോയിട്ട് അതിനെ പ്രൊസീജിയറോട് കാണിച്ചു കേട്ടോ. നമ്മളങ്ങനെ ഇപ്പോൾ ഇവിടെ ഷിഫാൽ ജസീർ എത്തി. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഹെൽത്ത് ഇഷ്യൂ വന്നത് ഇവിടെ കേട്ടോ ചെക്ക് ചെയ്യാൻ വന്നത്. അന്നാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കാര്യമുണ്ടെന്ന് മനസ്സിലായത്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്കും നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പം ഇവിടുത്തെ ടീമാണ്. പേരെന്ന് പറഞ്ഞോ? ഞാൻ ഹബീബ് റഹ്മാൻ, CEO ആണ് ഷിഫാൽ ജസീർ. ഓക്കെ ഫൈൻ. ഒരാളും കൂടി ഇവിടെ ഉണ്ട്, ഷബീർ അലി, ഞാൻ ഡയറക്ടറാണ്. ഇതുണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഇവർ രണ്ടാളും കണ്ടതാ കേട്ടോ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അകത്ത് പോയിട്ട് നമ്മളിത് പറയാൻ വന്ന കാര്യം പറയാം കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് പോകാം. അകത്ത് പോകാം. ഇതാണ് ഇവിടെ എൻട്രൻസ് കേട്ടോ. ഇവിടെ ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നവർ ആദ്യം വന്ന് ഇവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത്. ഇവിടെ അല്ലേ? യെസ്, ഈ കൗണ്ടറിലാണ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. രജിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഉദ്ദേശിച്ച ടെസ്റ്റിന് എത്ര സമയം എടുക്കും രജിസ്റ്റർ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരാൾ വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ 5 മിനിറ്റ്. ഓക്കെ, പിന്നെ ടെസ്റ്റ് എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ടിന് 4 hours. റിപ്പോർട്ടിന് 4 hours റിപ്പോർട്ട് കൊടുക്കും. നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഫ്ലൈറ്റ് ആണെങ്കിൽ രാവിലെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുമല്ലേ? അത് നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ അതിൻ്റെ ഉള്ളിലാണ്. ശരിക്കും ഇവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. എല്ലാ റൂൾസ് പ്രകാരമുള്ള ചെയർസും കാര്യങ്ങൾക്ക് സോഷ്യൽ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് വന്നപ്പോഴാണ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. മൂപ്പരോട് ഒരുപാട് സംസാരിച്ചിരുന്നു. അങ്ങനെ മൂപ്പര് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പ്രവാസികൾക്ക് ഇപ്പം യാത്ര ചെയ്യുന്ന എല്ലാവർക്കും, ഞാനിടയ്ക്ക് ഇവിടെ വന്നിട്ട് 3 പ്രാവശ്യം കുത്തി. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ പൈസ അടിച്ചിട്ടാണ് ഞാൻ ആ ഒരു കോവിഡ് ടെസ്റ്റ് ചെയ്തത്. 3 ഒരുമിച്ച് അടിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നത് തന്നെ എന്താ പറയുക, ഷിഫാൽ ജസീർ വളരെ ചീപ്പായിട്ട് 15 ദിനാറിന് താഴെ മാത്രമേ 15 ദിനാറിന് താഴെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അത് ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി ഡിസ്കൗണ്ട് അവർ തരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ 4 hours ഉണ്ട്. 4 hours റിപ്പോർട്ട്, 4 മണിക്കൂർ കൊണ്ട് റിപ്പോർട്ട് ഉണ്ട്. നാട്ടിലാണ് നമുക്ക് ഇന്ന് ചെയ്ത് നാളെ കിട്ടുന്നത്. ഇവിടെ ഗവൺമെൻറ് ആയിക്കോട്ടെ നമ്മൾ ചെയ്ത് 24 hours അവർ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണം, സൗദിയിൽ നിന്നൊക്കെ വന്നിട്ട് തിരിച്ചു വന്നവർക്കോ അല്ലെങ്കിൽ ട്രാവൽ റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കോ അതല്ലെങ്കിൽ പനി വന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നവർക്കോ എത്രയും പെട്ടെന്ന് റിസൾട്ട് ഇടുന്നൊരു സംവിധാനം ഇവിടെയുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് 18 വർഷമായിട്ട് ഇപ്പം ഈ ഒരു ഹോസ്പിറ്റൽ ഇവിടെ ചാലുവാണ്. ഇവിടെ മാത്രമല്ല, ഷിഫാൽ ജസീർ എന്ന പേര് കേൾക്കുന്നവർക്കറിയാം. ഈവൻ സൗദിയിലും അല്ലെങ്കിൽ പല GCC കൺട്രീസിലും ഈ ഹോസ്പിറ്റലുണ്ട്. ട്രസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും വലിയ ഇതൊന്നുമില്ല. ഇതൊന്നും പറയാം കേട്ടോ. നമ്മൾ വ്യൂവേഴ്സിനോട്, ബഹ്റൈനിലുള്ള വ്യൂവേഴ്സിനോട്, നാട്ടിലുള്ളവർക്ക് ഹോസ്പിറ്റലിനെ പറ്റി അറിയാന്നുള്ളൂ. ബഹ്റൈനിലെ ആൾക്കാർ, ഇവിടെ വന്നു വന്ന ആൾക്കാരെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മുടെ ഇതേപോലെ അദ്ദേഹത്തിനെ പോലെ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരികയും അതോടൊപ്പം തന്നെ വളരെ
നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് നമ്മൾ ഈ മെസ്സേജ് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഫ്രീക്വൻ്റായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ വളരെ ഫാസ്റ്റായിക്കൊണ്ട് വളരെ കുറഞ്ഞ രീതിയിൽ ടെസ്റ്റുകൾ RT-PCR ടെസ്റ്റുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ബഹ്റൈനിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ രോഗികളെ ചികിത്സിക്കുന്ന ഒരു ആതുരാലയമാണ്. ഇവിടുത്തെ ബഹ്റൈനിലെ ആദ്യത്തെ പ്രൈവറ്റ് മെഡിക്കൽ സെൻ്റർ കൂടിയാണ്. നിങ്ങളപ്പോൾ കോളേജ് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ ബുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരാം, ടൈം പറഞ്ഞെടുക്കും. അതിൻ്റെ നമ്പർ ഞാൻ ഏതായാലും ഇവരെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബഹ്റൈനിലെ ആൾക്കാരോടാണ് അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ വരുന്നവർ തീർച്ചയായിട്ടും പിന്നെ കോൺടാക്ട് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വാ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആകും. ഇവിടുത്തെ 5 മിനിറ്റ് കാര്യങ്ങളൊക്കെ വേഗം തീർന്നു കിട്ടും. ഓക്കെ അല്ല? താങ്ക് യു ഫോർ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവർ 24 മണിക്കൂർ ഓപ്പൺ ആണ്. കാരണം ഷിഫാൽ ജസീറ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വ്ളോഗിൽ കാണിക്കാൻ കാരണം ഒരു ഭയങ്കര അടിപൊളി ടീംസാണ്, പണ്ട് മുതലേ ഉള്ളതാണ് അല്ലേ നല്ല ഇവിടെ നല്ല ടീംസ് അല്ലേ ഹോസ്പിറ്റലിൽ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണക്കാരൻ്റെ കൂടെ എന്നൊക്കെ ഒരു ആശുപത്രിയാണ്. എന്നോട് അഷ്റഫൊക്കെ പറഞ്ഞതാണ്, നിയാസൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനന്ന് ഇവിടെ വന്നതും ശരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇപ്പം റിയാദിലൊക്കെ ഉള്ള സമയത്ത് ബത്തേലൊക്കെ ഷിഫാൽ ജസീറ ഉണ്ട്. അപ്പം ഒരുപക്ഷെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഏത് സമയത്ത് കയറി ചെല്ലാൻ പറ്റുന്നത് 24 hours അവരുടെ സർവീസ് ഉണ്ട്. കോവിഡ് ടെസ്റ്റിൻ്റെ സർവീസും 24 hours ഉണ്ട് കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റും. ഓക്കെ. പിന്നെ ഇവിടെ ശരിക്കും സൗദികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സൗദിയിൽ നിന്നുള്ള ഗേറ്റൊക്കെ ഓപ്പൺ ആക്കി അപ്പോൾ സൗദികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല ബ്ലോക്കാണ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് അഷ്റഫ്, ഈ സൗദി ഗേറ്റ് ഓപ്പൺ ആക്കിയതിനെ പറ്റി എന്താ പറയുന്നത്? ആസ് എ ബിസിനസ്മായിട്ട് എന്ത് തോന്നുന്നു? ഇൻഷാല്ലാ നല്ല ബിസിനസ് ബൂമിങ്ങിന്റെ ചാൻസ് ആണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ്. സൗദി തുറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഇന്നോട്ട് തുറന്നു, അതിന്റെ ട്രാഫിക് ജാമും കാര്യങ്ങളൊക്കെ പല ഭാഗങ്ങളിലും കാണുന്നുണ്ട്. എന്തായാലും പിന്നെ നല്ലൊരു ബിസിനസ് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ആൾക്കാർ ബിസിനസ് ഒക്കെ ഇല്ലാതെ കുറച്ചൊരു ബുദ്ധിമുട്ടിലായിരുന്നു. എന്നിരുന്നാലും ബഹ്റൈൻ ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് നമുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞല്ലോ വെറുതെ പൈസ വെറുതെ പൈസ എന്താ വെച്ചാലേ ഇവിടെ കോവിഡിന്റെ സമയത്ത് ബിസിനസ് ടെക്കായിരുന്നപ്പം ഒരുപാട് സഹായങ്ങളാണ് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്തത്. എല്ലാവരും ശമ്പളം ഗവൺമെന്റ് വക കിട്ടി. ഒരു 3 മാസത്തോളം ശമ്പളം കിട്ടി. ട്രാവൽ ഫീൽഡൊക്കെ ആണെങ്കിൽ നിങ്ങളെ സ്റ്റാഫിന്റെ ശമ്പളം ഗവൺമെന്റ് കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബഹ്റൈൻ ഗവൺമെന്റ് ഇപ്പം അഷ്റഫ് ഖാന്റെ ഷോപ്പിലെ എല്ലാ സ്റ്റാഫിനും ശമ്പളം കൊടുത്തു മാസം അല്ല, എല്ലാ ഷോപ്പുകളും കൊടുത്തു. 3 മാസത്തോളം അങ്ങനെ ചെയ്തു. ട്രാവൽ ഫീൽഡിൽ 6 മാസം വരെ. ട്രാവൽ ഫീൽഡിൽ 6 മാസം 3 മാസം കൊടുത്തേ. അത് അടിപൊളിയാണല്ലോ. അത് ഒരു രാജ്യത്തും ചെയ്യാത്തൊരു കാര്യമാണ്. ശരിയാണ്. ഞാൻ ആ ഒരു വീഡിയോ പറഞ്ഞത് ബഹ്റൈനിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ലക്കാണ് ശരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പ്ലാൻ കൊണ്ട് വന്നത്. കണ്ടിടത്തോളം ഗവൺമെന്റ് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അതല്ല നമുക്ക് വേണ്ടത്. ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ മുനീസ് ബ്രോ ഉണ്ട്, പാനേഷ്യ. അതിന്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ, എല്ലാവർക്കും അറിയുന്നതാണ്. അതിന്റെ മുതലാളിയാണ്. അങ്ങനെയല്ല ശരിക്കും നമ്മളെ മേലെ ബന്ധം. നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് എല്ലാ ദിവസവും 30 രൂപ എനിക്ക് എന്താ പറയുക ഫുഡ് വരുന്നുണ്ട് വീട്ടിലേക്ക്. ഉണ്ട് ചോറ് മറക്കൂല കേട്ടോ. താങ്ക് യു സോ മച്ച് ബ്രോ. എന്തായാലും വരും, ഉഷാറാക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, ഇപ്പം അഷ്റഫ് ഖാൻ കാലിക്കറ്റ് എന്താ പറയുക കോഴിക്കോടിൻ്റെയാണ്. മുപ്പര് പാനേജ് എല്ലാ റെസ്റ്റോറൻറ്റ് മുതലാളിയും പറയണം. പക്ഷേ എല്ലാവരും ഫ്രണ്ട്സ് കേട്ടോ. അടിയും കുത്തുന്നില്ലല്ലോ ഒന്നും. ഇത് നമ്മൾ ടീ ടൈമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതാണ് ഏറ്റവും വലിയ കോമഡി. 3 റെസ്റ്റോറൻറ്റ് കൂടി മിക്സ് ചെയ്ത്. അപ്പം സൗദി നിന്നൊക്കെ ആൾക്കാർ വെച്ച് എല്ലാവരും ഉള്ളിലേക്ക് കയറിട്ട് കച്ചവടമൊക്കെ കൊടുത്ത് എന്ന് ആശംസിക്കുന്നു. ഓക്കെ. എയർപോർട്ടിലെത്തി. ശരിക്കും പറഞ്ഞാൽ ഇത് പുതിയ എയർപോർട്ടാണ്, ബഹ്റൈനിലെ പുതിയ എയർപോർട്ടാണ്. പഴയ എയർപോർട്ട് അപ്പുറമുണ്ട്. നമ്മളിവിടെ എത്തി, എല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ അത് ശരിക്കും നമ്മുടെ അഷ്റഫ് ഖാൻ ഒരു സുഹൃത്താണ്, അദ്ദേഹം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് കുറച്ച് ഹെൽപ്പെല്ലാം ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോകാൻ വേണ്ടി. ബാഗ് ആകെ എൻ്റെ കയ്യിൽ 2 ബാഗുകൾ, അതൊക്കെ ഞാൻ മുകളിലെത്തിയിട്ട് പറഞ്ഞുതരാം എത്ര ബാഗ്സ് ഉണ്ട് എന്നൊക്കെ. ഇപ്പോഴും ഞാൻ വരുന്നു, ഞാൻ UK പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞു UK പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. UK അല്ല പോകുന്നത്. ഇവിടുന്ന് ചവിട്ടി പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ തന്നെ ഒരു ദിവസം കൂടെ കിടക്കണം. ഒരു ഗ്യാരണ്ടിയിൽ ഉള്ളിലെത്തും. പക്ഷേങ്കിൽ ഒരു ടെൻഷനുണ്ടോ, പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് ഓക്കെ എൻ്റെ വീഡിയോ കാണിച്ചിരിക്കുന്നതാണ്. എന്നെ പറ്റി പറയുന്നുണ്ടോ? ഒരു മുഖം നോക്കി നിങ്ങൾ എന്ത് സംഭവം. ഇത് നമ്മളെ പൊന്നാനിയിലെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. മാക്സിമം എന്നെപ്പറ്റി പൊക്കി പറഞ്ഞിട്ട് എനിക്ക് എല്ലാ സ്ഥലത്തും എൻട്രി ഉഷാറൊക്കെ VIP എൻട്രി ആക്കി തരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എയർപോർട്ടൊക്കെ കാലിയാണ്, ആരുമില്ല. വളരെ വൃത്തിയുള്ള, വളരെ ക്ലീൻ ആയിട്ടുള്ള കിടിലം പോലത്തെ എയർപോർട്ടാണ്. റീസൺ നേരത്തെ പറഞ്ഞാൽ പുതിയതാട്ടോ. ഓക്കെ. രാജാവിനെപ്പോലെ അഷ്റഫൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ബാക്കി എല്ലാവരും പുറകെ പോകുന്നുണ്ട്. വാവ്, ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് നോക്കി നിങ്ങൾ, എന്താ സെറ്റപ്പ് നോക്കിയാൽ. ഇത് എയർപോർട്ടാണ്, മനാമ എയർപോർട്ടാണ്. ഒരിക്കലും ഒരു എന്താ പറയുക ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊന്നും അല്ല. വാവ്, സൂപ്പർ.
എന്താ പറയുക, സത്യം പറഞ്ഞാൽ അരമണിക്കൂർ ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കലായിരുന്നേ. എന്താ പറയുക, അരമണിക്കൂർ ഞാൻ നല്ല ടെൻഷൻ അടിച്ച് കഴിയുന്നത്. കാരണം പാസഞ്ചേഴ്സ് ലൊക്കേറ്റ് ഫോം എന്തായാലും നമ്മൾ ഫില്ല് ചെയ്യണം. UK പോകുന്നതിന് മുമ്പായിട്ട് ഒരുപാട് കടമ്പകളുണ്ട്. അതൊക്കെ ഞാൻ മുകളിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഇവർ ബ്രിട്ടീഷ് എയർവേസ്, ആക്ച്വലി ഗൾഫ് എയറിനെയും ബ്രിട്ടീഷ് എയർവേസിൻ്റെ സ്റ്റാഫാണ്. ഇതിപ്പം ബ്രിട്ടീഷ് എയർവേസിന് ബിസിനസ് കൗണ്ടറാണ്, സാധാരണ എക്കണോമിക് അല്ല, ബിസിനസ് ക്ലാസ്സിലെ കൗണ്ടറാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ ചെക്ക് ഇൻ ചെയ്തത് ഇവരുടെ സഹായത്തോട് കൂടിയിട്ട്. UK പോകുന്നവരോടാണ്, നിങ്ങൾക്ക് പാസഞ്ചേഴ്സ് ലൊക്കേറ്റർ ഫോമും മസ്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ അതിൽ കൊടുക്കണം. പിന്നെ ടെസ്റ്റ് കിറ്റ് നിങ്ങൾ കൺഫേം ആയിട്ട് ബുക്ക് ചെയ്യണം. ബുക്കിംഗ് റെഫറൻസ് നമ്പർ നിങ്ങൾ മസ്റ്റായിട്ട് എഴുതി വെച്ചിട്ട് ആ റെഫറൻസ് നമ്പറാണ് നിങ്ങൾ പാസഞ്ചേഴ്സ് ലൊക്കേറ്റർ ഫോമിൽ ഫില്ല് ചെയ്യണം കേട്ടോ. ഇവിടെ ഞാൻ കാണിച്ചത് ഒന്നും അവിടെ ഹോട്ടൽ ബുക്കിംഗ് ഒന്നും നമുക്ക് കാണിക്കണം ടൂറിസ്റ്റ് ആയിട്ട് പോകുമ്പോൾ. ഇപ്പം നമ്മൾ കാണിക്കേണ്ടത് ഒരു കോവിഡ് ടെസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ പാസഞ്ചേഴ്സ് ലൊക്കേറ്റ് ഫോമും ആണ് നമ്മൾ കാണിക്കേണ്ടത്. പിന്നെ പാസ്പോർട്ട് വിസയും. ഈ 3 കാര്യങ്ങളിൽ നമുക്ക് UK പോകാം. ഞാൻ പാസഞ്ചേഴ്സ് ലൊക്കേറ്റർ ഫോം PLF അങ്ങനെ പറയാം, PLF ശരിക്കും ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനിടയിൽ കുറേ ബ്രേക്കായി പോയി. ഇവിടെ ഇരുന്ന് ചെയ്തു, റെഫറൻസ് നമ്പർ കിട്ടുന്നില്ല. അവിടെ ഒരു രാഹുൽ എന്ന് പറഞ്ഞ ബ്രോ ഉണ്ട് UK. ബ്രോ താങ്ക് യു കേട്ടോ, മൂപ്പരാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തത്. അവർ റെഫറൻസ് നമ്പർ വേണ്ടിയിട്ട് മൂപ്പരെ ഹെൽപ്പ് ചെയ്തു. ഒന്നും പറയാനില്ല. ചില സമയത്ത് ബന്ധങ്ങൾ എന്ന് വെച്ചാലേ നമുക്ക് പവിഴ മുത്തുകൾ കേട്ടോ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ചില ആൾക്കാർക്ക് 170 പൗണ്ടോളം കൗണ്ടറിൽ അടക്കണം. അവിടെ നമ്മൾ ടെസ്റ്റ് കിറ്റ് ബുക്ക് ചെയ്യാത്തവർക്കാണ്, അവർക്ക് ഇവിടെ പൈസ അടക്കണം. പക്ഷേ ഞാൻ അവിടെ പൈസ അടച്ചിട്ടുണ്ട് ഓൾറെഡി. ഞാൻ 100-150 പൗണ്ട് അവിടെ അടച്ചിട്ടാണ് ടെസ്റ്റ് കിറ്റ് ബുക്ക് ചെയ്തത് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ ബഹ്റൈനിലോട് വിട പറയുകയാണ്. ഐ ആം സേയിങ് ഗുഡ് ബൈ ടു ബഹ്റൈൻ. യെസ്, താങ്ക് യു സോ മച്ച്. നമ്മൾ അഫ്സൽ ബ്രോ ഒക്കെ എത്തിയിട്ടുണ്ട്, ജൗഹർ, ബഹ്റൈൻ്റെ മുത്തുമണികളെല്ലാവരും. ഓക്കെ, എല്ലാവരും താങ്ക് യു സോ മച്ച്. ഐ വിൽ സീ യു നെക്സ്റ്റ് ടൈം ബഹ്റൈൻ. ഓക്കെ, ചെക്കിങ് കഴിഞ്ഞു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ബിസിനസ് ക്ലാസ്സിൽ ചെക്കിങ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. എമിഗ്രേഷൻ സെപ്പറേറ്റ് ഓഫീസർ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ലഗേജ് സ്കാനിങ് നമുക്ക് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ആദ്യം പോകേണ്ടത് ഗൾഫ് എയറിൻ്റെ ലോഞ്ചിലേക്കാണ്. കാരണം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഗൾഫ് എയറിൻ്റെ ലോഞ്ചിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. 1 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവിടെ ഇരുന്നിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് വേണ്ടത്, UK എങ്ങനെയാണ് പോകുന്നതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. വാവ്, അമേസിംഗ് ആണ്. ആ തിളക്കം കണ്ടോ നിങ്ങൾ, താഴെല്ലാം എല്ലാം തിളങ്ങിയിട്ട്. ബഹ്റൈനിലെ മനാമയിലെ പുതിയ എയർപോർട്ടിന് ഉൾവശമാണിത്. പ്രവാസികൾ ഇവിടെയുള്ള ആൾക്കാരോടാണ് ഇത്, പലരും കണ്ടിട്ടുണ്ടാവില്ല. അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഏതായാലും നിങ്ങൾക്കിത് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ ഭയ്യ, അധികം താങ്ക് യു. മൂപ്പരൊരു ഫോട്ടോ എടുത്ത് കൊടുത്തേട്ടോ. എന്തുണ്ട് വിശേഷം? ഓ അടിപൊളി, നമുക്ക് 2 മലയാളികൾ കിട്ടിയിട്ടുണ്ട്. സുഖം, എന്തൊക്കെയുണ്ട്? അടിപൊളി എയർപോർട്ട് ആണല്ലോ. പുതിയ നല്ല മണ്ണ് ഒന്നും കാണുന്നില്ല, അടിപൊളി എയർപോർട്ട് ഇവിടെ നാട്ടിലെവിടെയുണ്ടാവും? ഞാൻ പരിയാരം തളിപ്പറമ്പ്. കണ്ണൂരായിരുന്നല്ലേ? ഇവിടെ പോയാലും നമുക്ക് മലയാളികൾ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിൽ പോകുന്നുണ്ട്. ഗൾഫ് എയർ, ഇതാണ് ഈഗിൾ ലോഞ്ച്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഗൾഫ് എയറിൻ്റെ ഈ ഒരു ബഹ്റൈനിലെ മനാമയിലെ ലോഞ്ചാണ്. ലോഞ്ച് എന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക, നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് വിശ്രമിക്കാവുന്നൊരു സ്ഥലമാണ്. അപ്പം നമുക്കിവിടെ പൈസ കൊടുത്തിട്ട് കയറണം. ചിലത് നമുക്ക് ടിക്കറ്റിൽ ചിലപ്പോൾ അലൗഡ് ഉണ്ടാവും, ചിലർ നമ്മുടെ ചില കാർഡ്, ചില വിസ കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സിലൊക്കെ നമുക്ക് ഇത്ര ലോഞ്ച് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ലോഞ്ചിൽ കയറി എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒന്നാമത് ഇവിടെ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ കളിക്കാനൊക്കെ ഒരു പ്ലേസ് ഉണ്ട്, ഇതുപോലെ ഇരുന്ന് കളിക്കാം. പിന്നെ അവിടെ മീഡിയ പ്ലെയറിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഒരുപാട് ചെയർസ് ഒക്കെ ഇട്ടിട്ട് മീഡിയ പ്ലെയറിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ട് മൂവീസ് കാണാം. അതുപോലെ ഗെയിംസ് കളിക്കാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഗെയിമിൻ്റെ PS4 ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ കസ്റ്റമേഴ്സൊന്നും ഇല്ല. വർക്കിംഗ് ആണ്, കോഫി മെഷീനും കാര്യങ്ങളും ഗ്ലാസ്സൊക്കെ കാണാൻ പറ്റും, വർക്കിംഗ് ആണ്, പക്ഷേ കസ്റ്റമേഴ്സ് ഇല്ല. ഇവിടെ നമ്മൾ തിയേറ്ററിലെടുത്ത് കാണുന്ന പോലെ നമുക്ക് മൂവീസ് കാണാൻ പറ്റും. മൊത്തം 6 കസേരക്ക് 6 TV ആണ്. അതേപോലെ തന്നെ എല്ലാ കസേരക്കും എക്സ്ട്രാ ഉണ്ട്. നിങ്ങൾ ഇവിടെ കണ്ടു ഹെഡ്ഫോൺ ഇവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ വലത്തേ മൂലക്കുള്ള എൻ്റെ TV എന്ന് പറഞ്ഞാൽ താഴത്തെ വലത്തേ മൂലക്കായിരിക്കും, ഈ TV ആയിരിക്കും എൻ്റെ. അതിലെന്ത് കാണണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചാൽ പുറത്തുനിന്ന് ആരും കേൾക്കുന്നില്ല. ഇവിടെ ഒരു ബില്യാർഡ്സിൻ്റെ ടേബിൾ ഉണ്ട്, പിന്നെ നമുക്ക് ബില്യാർഡ്സ് കളിക്കാം. പക്ഷേ അവിടെ അവർ ക്ലോസ് ചെയ്തിട്ടാണ് കാണുന്നത് കേട്ടോ. എയർപോർട്ടിൻ്റെ കാഴ്ച ഉണ്ടോ നിങ്ങൾ? വാവ്, ടോപ്പൊക്കെ നോക്കിയാൽ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. വളരെ അടിപൊളി എയർപോർട്ട്, വലിയൊരു എയർപോർട്ടാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഏതൊരു വണ്ടി അവിടെ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ദുബായ് എയർപോർട്ടിൻ്റെ പോലെ തന്നെ ഒരു വണ്ടി അവിടെ ബെൻലിയുടെ ഒരു കാർ അവിടെ ഡ്യൂട്ടി ഫ്രീയിൽ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ. പിന്നെ എന്താ പറയുക,
ഞാൻ ഗേറ്റിലെത്തി 21 എൻ്റെ ഫ്ലൈറ്റ് ഉള്ളത്. ശരിക്കും ബ്രിട്ടീഷ് എയർവേസ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ബ്രിട്ടീഷ് എയർവേസ് BIA ഞാൻ യാത്ര ചെയ്യുന്നത്. ടിക്കറ്റ് ഫെയർ ബഹ്റൈൻ ടു ലണ്ടൻ എന്ന് പറയുന്നത് 28,000 രൂപയാണ് ടിക്കറ്റ് ഫെയർ വരുന്നത്. അതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഫിക്സ്ഡ് റേറ്റ് കേട്ടോ. ഞാൻ ഒരാഴ്ച മുമ്പ് നോക്കിയപ്പോൾ 5 ദിവസം മുമ്പ് നോക്കിയപ്പോൾ ഒക്കെ ഒരേ റേറ്റിലാണ് ഓടുന്നത്. ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ്സ് ഇല്ല, പക്ഷേ ഇവിടുന്ന് ഫ്ലൈറ്റ്സ് ഉണ്ട്. അതും ഗൾഫ് എയർ എവറി ഡേ സർവീസ് ഉണ്ട്. ഗൾഫ് എയർ ബ്രിട്ടീഷ് എയറിനേക്കാളും കുറച്ച് സമയം മുമ്പേ എടുത്തു. ഞാൻ എന്തായാലും ബ്രിട്ടീഷ് എയർവേസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ബ്രിട്ടീഷ് എയർവേസ് എടുത്തത്. ഒരുപക്ഷെ ഞാൻ എടുത്തത് ഗൾഫ് എയർ ആയിരുന്നെങ്കിൽ എനിക്ക് അവിടെ ഫ്രീ ആയിട്ട് ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് കിട്ടുമായിരുന്നു. കാരണം അതിൻ്റെ ഒരു ഹെഡാണ് ഞങ്ങളുടെ കൂടെ വന്നത്. അദ്ദേഹം വളരെ സിമ്പിൾ മനുഷ്യനാണ്. അപ്പോൾ അഷ്റഫ് കാക്കാണ് നന്ദി പറയുന്നത്. മൂപ്പരുടെ കോൺടാക്ട്സാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഉള്ളിൽ പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ ജനക്കൂട്ടം മൊത്തം പോയി കഴിഞ്ഞിട്ട് മെല്ലെ ഉള്ളിലേക്ക് പോകും കേട്ടോ. 2 ബാഗേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിൽ എൻ്റെ ലാപ്ടോപ്പും പിന്നെ 2 ജീനും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ കംപ്ലീറ്റ് ക്യാമറ ആക്സസറീസ് കേട്ടോ. ഓക്കെ, ഏതായാലും ഈ ഒരു യാത്രയോട് കൂടിയിട്ട് മലയാളികൾക്ക് എങ്ങനെ, ഞാൻ അന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു UK ഇപ്പോൾ വളഞ്ഞ വഴിയിലൂടെ UK പോകുന്നുള്ളത്. ആ വളഞ്ഞ വഴിയാണ് ശരിക്കും ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. എൻ്റെ കൂടി ത്രിൽ ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ എത്തിയിട്ടില്ല, UK എത്തിയിട്ടില്ല. ഇപ്പോഴും ഞാൻ എന്താ പറയുക, ബഹ്റൈനിൽ മനാമ എയർപോർട്ടിൽ ഇരുന്നിട്ട് സുയിക്കലാണ്. അവിടെ ഇനി അവരവിടെ തന്നെ ഗെറ്റ് ലോസ് അടിച്ചാൽ പിന്നെ തീർന്നു. പക്ഷേ ഇവിടുന്ന് നമുക്ക് ബോർഡിംഗ് പാസ് തന്നു വിട്ട് കഴിഞ്ഞാൽ ഗെറ്റ് ലോസ് അടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ അടിച്ചാൽ ഇതേ എയർലൈൻസ് കമ്പനിയാണ് തിരിച്ചു വരേണ്ടതുകൊണ്ട് തന്നെ ഇവരെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബോർഡിംഗ് പാസ് കൊടുക്കുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും, എന്നിട്ട് മാത്രമേ ബോർഡിംഗ് പാസ് കൊടുക്കുള്ളൂ. ഓക്കെ, അങ്ങനെ പിന്നെ എന്താ പറയുക, ഫ്ലൈറ്റിനുള്ളിൽ കയറാൻ പോവുകയാണ്. Hi sir, good evening. Yes, good evening. Can you have the boarding pass please? Thank you very much. All good? Thank you very much sir. താങ്ക് യു. സോ അങ്ങനത്തെ നമ്മൾ 21B ഗേറ്റിനുള്ളിലേക്ക് കൂടെ ബ്രിട്ടീഷ് എയർവേസിൽ നേരെ പോകുന്നത് ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞത് ലണ്ടനിലേക്ക് പോകാണ്, ഞാൻ പറഞ്ഞില്ല. ലണ്ടനിലേക്ക് പോകാൻ വേണ്ടിയില്ല കഷ്ടപ്പാടില്ല നമ്മളിപ്പോൾ ഉള്ളത്. വാവ്, ഇങ്ങനെ പോകേണ്ട. സാധാരണ നമ്മൾ ഈ സ്റ്റാഫുകളുടെ ഒന്ന് വീഡിയോസ് എടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഒച്ചപ്പാട്ടെടുക്കുക. പക്ഷെ ഞാനിവിടെ ചോദിച്ചു എടുക്കട്ടെ വെച്ചു, അങ്ങനെ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ എടുക്കുന്ന കേട്ടോ. എൻ്റെ സീറ്റ് 37A കണ്ടില്ലേ, 37A ആണ് എൻ്റെ സീറ്റ് നമ്പർ. സോ നമുക്ക് പോയി നോക്കാം. എൻ്റെ സീറ്റിലെത്തി 37A ആണ്, ഒറ്റ ബാക്ക് സീറ്റിലുള്ളത്. അടിപൊളി ഫ്ലൈറ്റ് കേട്ടോ, എന്താ പറയുക, കയറുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ അവിടെ കണ്ടോ വലതുകാലൊക്കെ വെച്ച് കയറി, ക്യാമറ ഓണായിരുന്നു. പക്ഷേ അവർക്കൊന്നും കുഴപ്പമില്ല. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വ്ളോഗ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ പാസഞ്ചേഴ്സിന് ഇഷ്ടപ്പെടാൻ ചാൻസില്ല, അതുകൊണ്ടാണ് പാസഞ്ചേഴ്സിന് കാണിക്കായിരുന്നു കേട്ടോ. അപ്പം കറക്റ്റായിട്ട് ഫ്ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇതിനുള്ള ഫെസിലിറ്റീസ് കാണിച്ചു തരാം, എന്തൊക്കെ തിന്നാൻ കിട്ടുന്നു. അതാണ് നമുക്ക് മെയിൻ, തിന്നാൻ കിട്ടുന്ന കാണിച്ചു തരാം. UK എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ പ്രൊസീജിയേഴ്സും കൂടി കാണിച്ചു കേട്ടോ. ഒരുപാട് മലയാളികൾ, എനിക്കറിയാം ഒരുപാട് മലയാളികൾ ശരിക്കും UK എങ്ങനെ പോകാം, ഏതുവഴി പോകാം എന്നറിയാണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം സൗദിയിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ക്വാറന്റൈൻ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ യൂറോപ്യൻ കൺട്രീസിലെല്ലാം USA, കാനഡ ഇവിടെയൊക്കെ പോകുന്ന സ്റ്റുഡൻസിന്, അല്ല അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ വിസിറ്റിന് പോകുന്ന ആൾക്കാർക്കൊന്നും ഇതുപോലുള്ള ക്വാറന്റൈൻ പാക്കേജ് ഒന്നുമില്ല. അവർക്ക് അറിയില്ല എന്താണ് ആവശ്യങ്ങളെന്നോ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ചെറിയൊരു രൂപം കിട്ടിയിട്ടുണ്ടാവില്ലേ. സിമ്പിളാണ്. പാസഞ്ചേഴ്സ് ലൊക്കേറ്റ് ഫോം വേണം, അതുപോലെ ടിക്കറ്റ് വേണം. റിട്ടേൺ ടിക്കറ്റ് ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ, ഇവിടെ ചോദിച്ചിട്ടില്ല. ഇത് ഇതിൻ്റെ സ്ക്രീനാണ്, സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. സാധാരണ പോകുന്നത് ഇവിടെ നമുക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ഹൈജീനിക്കായ സീറ്റ്സാണ്. പിന്നെ ഇവിടെ കണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു പുതപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലോങ് ജേണിയാണ്, ഒരുപാട് അവേഴ്സ് ഓടാനുണ്ട്. ഞാനത് പറയാൻ വിട്ടുപോയി. നമുക്ക് 2-3 മണിക്കൂറൊന്നുമില്ല, 5-6 മണിക്കൂർ 7 മണിക്കൂറിനടുത്ത് ഓടാനുണ്ട്. കറക്റ്റ് ടിക്കറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരും സംഭവം സീറ്റിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നത്. കാരണം ആളൊന്നും ഇല്ലട്ടോ, വളരെ കുറവാണ്. ഇപ്പം ഈ സീറ്റിലും ഫ്രണ്ടിലൊക്കെ ഒരാളാണ് ഒരു റോളുള്ളത്. ഭയങ്കര സുഖമാണ്. അപ്പം നമ്മുടെ അങ്ങനെ ഈ ഒരു ബ്രിട്ടീഷ് എയർവേസിൻ്റെ സീറ്റ് പട്ടിപ്പെത്തിയാക്കിയിട്ട് എല്ലാം കൂടി ബ്ലാങ്കറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പുറത്തെ സീറ്റിൻ്റെ പഞ്ഞിയൊക്കെ എടുത്തിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇവിടെ നല്ല മലയാളം സിനിമയാണ് കാണുന്നത്. നമ്മുടെ ഒരു മലയാള സിനിമ, പേരെനിക്ക് ഓർമ്മയില്ല, മലയാള സിനിമയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഓഡിയോ ഇങ്ങനെ കേട്ടിട്ട് സുഖമായിട്ട് കിടന്നു പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നേരം വെളുക്കുമ്പോൾ 6:15 മൊത്തം 6 മണിക്കൂറും 20 മിനിറ്റൊക്കെയാണ് ഫ്ലൈറ്റ് ടൈം. 6 മണിക്കൂർ 20 മിനിറ്റ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഫ്ലൈ ചെയ്യുന്ന ഏറ്റവും ദീർഘം കൂടിയ യാത്ര കൂടിയാണിത്. നമ്മുടെ ബഹ്റൈനിലെ മനാമയിൽ നിന്നും ലണ്ടൻ വരെ കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, അവിടെ എത്തിയിട്ട് നേരം വെളുക്കട്ടെ, എന്നിട്ട് കാഴ്ച കാണിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫുഡ് കിട്ടില്ലത്. ഇത് ബീഫിൻ്റെ ഒരു ചെറിയ റോളാണ്. പിന്നെ അതുപോലെ തന്നെ കിങ്കേരുണ്ട്, 2 സ്പൂണും ഉണ്ട്.
ജ്യൂസ് വേണം നമുക്ക് ആപ്പിൾ ജ്യൂസ് ഒക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. 6.5 hours later. ഓക്കെ, ഗുഡ് മോർണിംഗ്. എന്താ പറയുക, നേരം എടുത്തിട്ടില്ല. നമ്മൾ ഏകദേശം 5 മണിക്കൂർ ഫ്ലൈ ചെയ്തു കേട്ടോ. ഇനി നമുക്കിവിടെ 1 മണിക്കൂർ 14 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഇപ്പം നമ്മൾ യൂറോപ്പിൻ്റെ മുകളിലോട്ട് പോകുന്നത്. ഒരു വന്ന റൂട്ടുണ്ട് മനാമേന്ന് സൗദി, അങ്ങനെ ഈജിപ്തിൻ്റെ സുയസ് കാനല്ല റൂട്ടിലേക്കൂടെ വന്ന് ഇങ്ങനെ പോയത്. ഞാൻ വിചാരിച്ചു ഇവിടെ നേരെ തുർക്കി വഴി ഇങ്ങനെ പോകുന്നത്, പക്ഷെ അല്ല ഇങ്ങനെ വളഞ്ഞിട്ടിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഫ്ലൈറ്റൊക്കെ അതിൽ ആക്റ്റീവാക്കി എല്ലാവരും ഇത്ര സമയം ഫുള്ള് ഒരു ലൈറ്റ് ഓഫായിരുന്നു. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഞാൻ കിടക്കുന്നുണ്ടോ, എല്ലാവരും ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ലൈറ്റൊക്കെ ഓണാക്കി അവർ ചായയും ജ്യൂസും ഒക്കെ എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ട്. ഓരോ റോയിലും വിളിച്ചിട്ട് നമ്മളെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ജീവിതത്തിൽ എൻ്റെ 30ാമത്തെ കൺട്രിയിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അതും നമ്മുടെ സ്വന്തം UK. താങ്ക് യു. ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എനിക്ക് ടോയ്ലറ്റ് പോകണം. കാരണം 6.5 മണിക്കൂറായിട്ടോ, ഭയങ്കര ഇതിലുള്ളത്. രാവിലെ തന്നെ അല്ലേ, രാവിലെ തന്നെ നമുക്ക് പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കണം. അറ്റ്ലീസ്റ്റ് പല്ലൊക്കെ ഉണ്ടായിരുന്നു. കാരണം പുറത്ത് എന്നെ മീറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് പടിയാണ്. അപ്പം അവളെ മുമ്പിൽ പല്ലെന്നൊക്കെയാണ് പോയാൽ ശരിയാവല്ലോ. പിന്നെ ഇവിടുത്തെ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ഒന്നും അറിയില്ല, എല്ലാം എനിക്ക് നോക്കണം. താഴെ ഇറങ്ങി ഇമിഗ്രേഷനിലൊക്കെ കഴിഞ്ഞു. ഇമിഗ്രേഷനിൽ ഇപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ എത്തിയിട്ടില്ല, എത്താൻ വേണ്ടി ട്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ഹീത്രൂ എയർപോർട്ടാണ്, ലണ്ടനിലെ തന്നെ വളരെ ഫേമസ് എയർപോർട്ട് കേട്ടോ. ഹീത്രൂ എയർപോർട്ടിലൂടെയാണ് ഞാൻ ഇപ്പോൾ നടന്നുകൊടുക്കുന്നത്. ഇതേ നമുക്കവിടെ ടോയ്ലറ്റ് ഇട്ടിട്ടുണ്ടെന്ന് കയറി കേട്ടോ. ടോയ്ലറ്റൊക്കെ സൂപ്പറാണ്, പക്ഷേങ്കിൽ ഇവിടെയും വെള്ളമില്ല, ടിഷ്യൂ മാത്രമേ ഉള്ളൂ. ഉക്രൈനിലെ ഇതേ അവസ്ഥയായിരുന്നു, ഒരേ ഇതേ അവസ്ഥയായിരുന്നു. അപ്പം ഇത് നേരത്തെ അറിഞ്ഞിരുന്ന ഒരു കുപ്പി വെള്ളം ഞാൻ എടുക്കുമായിരുന്നു, പക്ഷെ വെള്ളമില്ല. അതുകൊണ്ട് 1 പോയി, 2 പോയിട്ടില്ല. ഇനി പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും സംഭവമാക്കണം കേട്ടോ. നിങ്ങളെ കണ്ടോ, എയർപോർട്ടൊക്കെ കാലിയാണ്, ആരുമില്ല. വെൽക്കം വരുന്ന ആരാന്നറിയോ, ഒരു ആസ്ട്രോണറ്റാണ്, ടിം പീക്ക് എന്നാണ്. പിന്നെ എന്താ പറയുക, ESI ഇവിടെ യൂറോപ്പിലെ, ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ആസ്ട്രോണട്സ് എന്ന് പറഞ്ഞ പോലെ ബഹിരാകാശത്തിൽ പോകുന്ന ആളെ. താങ്ക് യു. ഓക്കെ, ഇത് മറ്റേ ഈ നമ്മൾ ജോർജിയയിൽ തിബിലിസിയിലും പോയി കഴിഞ്ഞാൽ അവിടെ മെട്രോയിലൊക്കെ വന്ന് ലിഫ്റ്റ് ഉണ്ടാവും. ലിഫ്റ്റ് മീൻസ് ഇതുപോലത്തെ ഉണ്ടാവും, എസ്കലേറ്റർ ഉണ്ടാവും. അതേപോലെ ഉണ്ടാവും കാണുമ്പോൾ. ഒരു കുഞ്ഞ് ട്രെയിൻ വരുന്നുണ്ട് UAE എയർപോർട്ടൊക്കെ പോലെ, അതിനെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. ഈ ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് ബാഗേജിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും. ഇതാണ് എയർപോർട്ടിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമുക്ക് പാസ്പോർട്ട് കോപ്പി, അതുപോലെ പാസഞ്ചേഴ്സ് ലൊക്കേറ്റഡ് ഫോം, എവിഡൻസ് ഓഫ് എ നെഗറ്റീവ് ടെസ്റ്റ്, പിന്നെ എന്താ പറയുക 10 ദിവസം റെഡ് ലിസ്റ്റ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കാം കേട്ടോ. ഞാനെല്ലാം ട്രെയിൻ വിളിക്കട്ടെ. ഓക്കെ, എയർപോർട്ടിൽ ഉള്ളത് ട്രെയിനാണ്. ഷെയ്ക്കാന്ന് വേറെ ഒന്നും കൊണ്ട് ഓടാട്ടോ ഞാൻ ചെയ്യുന്നത്. മുടിഞ്ഞ തിരക്കാട്ടോ, എനിക്കിവിടെ ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. മുടിഞ്ഞ തിരക്കാണ്. ക്യൂ നിന്ന് പണ്ടാറടങ്ങി. എമിഗ്രേഷൻ കഴിഞ്ഞു. എന്താ പറയുക, പാസ്പോർട്ട് വാങ്ങിപ്പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തിരിച്ചു ഒരു സീലടിച്ചത്. എങ്ങോട്ടാ പോകുന്നത് വെച്ച് ഞാൻ ട്രാവൽ ബ്ലോഗറാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ യൂട്യൂബ് കാണാറില്ല. ഞാൻ പറഞ്ഞു താങ്ക് യു സോ മച്ച്. പിന്നെ ശരിക്കും UK ബോർഡർ ഫോഴ്സിൻ്റെ ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്, കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ ഇവിടെ എൻ്റർ ആയി. എന്നോട് അവർ പാസഞ്ചേഴ്സ് ലൊക്കേറ്റ് ഫോമോ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. പാസ്പോർട്ട് കൊടുത്തു. പിന്നെ റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചു എപ്പോഴാണ് പോകുന്നത്. ഞാൻ 11-ാം തീയതിയാണ് പോകുന്നത്, പക്ഷേ കൺഫേം അല്ല, ചിലപ്പോൾ മാറ്റും, ഡിപ്പെൻഡ്സ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാപ്പി, കാരണം അവർ ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ അവർ മാക്സിമം നോക്കുന്നുണ്ട്. അപ്പോൾ അവർ പാസ്പോർട്ട് ഉള്ളിക്കൊണ്ട് പോയത് ഞാൻ 13 ദിവസം ബഹ്റൈനിൽ ഉണ്ടായിരുന്നു എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഉള്ളിക്കൊണ്ടപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അവർ മനസ്സിലായി 13 ദിവസം ഞാൻ ബഹ്റൈനിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കൺഫേം ആയപ്പോൾ അവർ വേഗം പിന്നെ ഒന്നും ചോദിച്ചില്ല, സീലടിച്ചിട്ട് വെൽക്കം ടു UK എന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു നീ എന്നെ വല്ലാണ്ട് പേടിപ്പിച്ച് കളിച്ചു, കാരണം ഞാൻ നിങ്ങളുടെ മോസ്റ്റ്ലി എല്ലാ വീഡിയോസ് UK ബോർഡർ ഫോഴ്സിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പാസ്പോർട്ട് ഉള്ളിക്കൊണ്ട് പോയി എന്ത് ചെയ്യാൻ അറിയില്ലോ. സോ ഹാപ്പി. അങ്ങനെ എൻ്റെ 30ാമത്തെ രാജ്യമായി UK നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. പുറത്ത് എൻ്റെ ഒരു ചടിപടി കിടക്കുന്നുണ്ട്. മീൻസ് ചടിപടി മീൻസ് അത്രയും എന്താ പറയുക സുഹൃത്ത് പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ,
ഇത്രയേ ഉള്ളൂ അസ്സലാമലൈക്കും. വലൈക്കും ഓ വാ വാ എന്താ വിശേഷം? അടിപൊളി സംഭവം. നമ്മൾ ഇങ്ങനെ നല്ല പ്ലാൻ ചെയ്തൊക്കെ വേറെ ആയിരുന്നു. ഇനി ഏതായാലും എന്താ പറയുക, നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതാരാണ് എൻ്റെ കൂടെയുള്ളതെന്നൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡ് പറഞ്ഞു കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഒരാളാണ്. അപ്പം ആരാണെന്നൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. നമ്മളെങ്ങോട്ട് നേരെ പോകുന്നത് ലൂട്ടൻ. ലൂട്ടനിൽ ഇവളെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് നല്ല ചോറും കറികളും വെച്ചിരിക്കണം. പിന്നെ അതുപോലെ ഇന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യാനും കൂടി പോകണം, ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വെയിറ്റ് അടുത്ത എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് UK നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കോവിഡ് ടെസ്റ്റ് ചെയ്തുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്തതിന് ഒരു കാര്യം കൂടി പിന്നെ ഇപ്പം പറയുന്നു, ഇന്ത്യൻസിന് ഇവിടെ വരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് 14 ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി, 10 ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ബഹ്റൈൻ ഓക്കെയാണ്. അല്ലെങ്കിൽ UK റെഡ് ലിസ്റ്റ് ചെയ്യാത്ത രാജ്യങ്ങളിൽ പോയിട്ട് 14 ദിവസം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ എൻട്രൻസ് കിട്ടും. എന്നാൽ ഇവരിവിടെ എന്തൊക്കെയോ തപ്പുന്നുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ തന്നെ ഇന്ത്യക്കാരെ കാണുമ്പോൾ ഇപ്പോൾ എല്ലാ എമിഗ്രേഷൻകാരും ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് വില പോയി. സത്യം ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വില എന്നുള്ളത് ഈ ഒറ്റ കോവിഡോട് കൂടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. വേറെ എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നമ്മുടെ 30ാമത്തെ രാജ്യമായ UK കാഴ്ചകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. എനിക്കിവിടെ ക്വാറൻറ്റൈൻ ഉണ്ട്, 10 ദിവസം ക്വാറൻറ്റൈൻ ഉണ്ട്. പക്ഷേ അതിൽ ടെസ്റ്റ് റിലീസ് എന്ന് പറഞ്ഞൊരു പരിപാടി വഴി 5 ദിവസം മാത്രമേ ക്വാറൻറ്റൈൻ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അതൊന്ന് അന്വേഷിക്കണം. അതിനാണ് ഞാൻ പ്രൈവറ്റായിട്ട് പുറത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരുപാട് നന്ദി കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിന്. അടിപൊളി ട്രാവൽ വീഡിയോസുമായിട്ട് നാളെ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.